പവർ സ്റ്റിയറിംഗിന്റെ മൊഡ്യൂൾ നമ്മൾ ഓൺ ബോർഡ് വെച്ചിട്ട് നമ്മൾ സിമുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ പവർ ഓൺ ആക്കിയിട്ടുണ്ട്. പവർ ഓൺ ആക്കിയ സമയത്ത്, അതായത് ജസ്റ്റ് ഓൺ ആക്കി കാണിച്ചു തരാം. ഇതിലൊരു വാർണിംഗ് ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ പവർ ഓൺ ആക്കിയ സമയത്ത് നമ്മൾ സാധാരണ മീറ്ററിലൊക്കെ വർക്ക് ചെയ്യുന്ന പോലെ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു 5 സെക്കൻഡോളം നമുക്ക് ജസ്റ്റ് ഒരു വാർണിംഗ് ലൈറ്റ് വന്നിട്ട് പോകും അല്ലേ. പവർ സ്റ്റിയറിംഗിന്റെ മോട്ടോർ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അസംബ്ലിയിൽ നിന്ന് പുറത്തേക്ക് അയച്ചു വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്, ട്വിസ്റ്റ് ചെയ്യണം. സ്റ്റിയറിംഗ് തിരിക്കാൻ പിന്നെ ഓക്കെ അല്ലേ. നമ്മൾ സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതേ പൊസിഷനിലേക്ക് എന്ത് തിരിയുണ്ട്, നമ്മളെ മോട്ടോർ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്യുന്നത് കാണാൻ കഴിയും. നിലവിൽ നമുക്ക് ട്രബിൾ കോഡ് കാര്യങ്ങളൊന്നും ഇല്ല. അതേപോലെ തന്നെ നോർമലി നമ്മൾ വണ്ടിയിൽ ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ലൈവ് ഡാറ്റ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സെൻസേഴ്സിലേക്ക് കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് അല്ലേ. ഇപ്പോൾ സെൻസറിന്റെ സപ്ലൈ വോൾട്ടേജ് ജസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഗ്രാഫിലേക്ക് ഇടുകയാണ്. മെയിൻ സെൻസറും സബ് സെൻസറും നമ്മൾ ഗ്രാഫിലേക്ക് ഇട്ട് അപ്പോൾ നമ്മൾ സ്റ്റിയറിംഗ് എന്ത് ചെയ്യണം, റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. സ്റ്റിയറിംഗ് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ട് അതിന്റെ ഗ്രാഫ് ഇൻപുട്ട് കാണിക്കുന്നുണ്ട്. സ്റ്റിയറിംഗ് ലെഫ്റ്റ് റൈറ്റ് തിരിക്കുന്നതനുസരിച്ച് അതിനനുസരിച്ച് മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്കാനിങ് ടൂൾ കാണിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് മോട്ടോർ കറണ്ട്. ടാർജറ്റ് മോട്ടോർ കറണ്ട് ഇപ്പോൾ ഇതിൽ 0 ആണ്. അപ്പോൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ മൊഡ്യൂളിൽ നിന്ന് മോട്ടോറിലേക്ക് സപ്ലൈ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാണിക്കും, അതിന്റെ ആ ഒരു ആംബിയർ കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ. ഇപ്പൊ നമ്മളെ സിമുലേറ്റർ പക്ക വർക്കിംഗ് ആണ്. ഇനി ഇൻ കേസ് എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വരികയാണെന്ന് വിചാരിക്കാം, നമ്മൾ എന്ത് ചെയ്യണം, ടോക്ക് സെൻസറിന്റെ കപ്ലർ വരും. ഇപ്പൊ നമുക്ക് സെൻസർ എന്തായി, കപ്ലർ ഫെയിലിയർ ആയപ്പോൾ നമ്മൾ വാർണിംഗ് ഇൻഡിക്കേഷൻ വന്നു. സ്കാനിങ് ടൂൾ എന്ത് ട്രബിൾ കോഡ് വരുന്നുണ്ട്, ടോക്ക് സെൻസർ ഫെയിലിയറിന്റെ ട്രബിൾ കോഡ് വരുന്നുണ്ട്. ഇനി സെൻസറിന് പകരം മോട്ടറാണ് കംപ്ലൈന്റ് വിചാരിക്കുക. അപ്പൊ നമ്മൾ വാർണിംഗ് ഇൻഡിക്കേഷൻ ഒന്നുമില്ല. അമീനെ തിരിച്ചു കൊടുത്താൽ സ്റ്റിയറിംഗ് തിരിക്കാൻ വെച്ചാൽ മോട്ടർ കൺട്രോൾ ആവുന്നുണ്ട്. ഇനി നമ്മൾ മോട്ടോർ നമ്മൾ ജസ്റ്റ് കപ്ലർ അയക്കുകയാണ്. മോട്ടറിന്റെ കപ്ലർ അയച്ച് ഒഴിവാക്കി നമ്മൾ മോട്ടോർ കണക്ഷൻ നമ്മൾ ഒഴിവാക്കി റിമൂവ് ചെയ്ത സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, വാർണിംഗ് ഇൻഡിക്കേഷൻ കത്തുന്നുണ്ട്. അപ്പോൾ അതായത് മോട്ടർ എന്തെങ്കിലും ഫെയിലിയർ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോട്ടറിലേക്കുള്ള സപ്ലൈ എറർ ആയി കഴിഞ്ഞാൽ വാർണിംഗ് ഇൻഡിക്കേഷൻ വരും. അതേപോലെ തന്നെ നമുക്ക് ഇതിൽ എന്ത് കാണിക്കുന്നുണ്ട്, പവർ സ്റ്റിയറിംഗിന്റെ മോട്ടോർ സർക്യൂട്ട് കറണ്ട് ഫാൾട്ടും കൂടി കാണിക്കുന്നുണ്ട്. പ്രോപ്പറായിട്ട് നമുക്ക് ഡയഗ്നോസ് ചെയ്തിട്ട് അതിന്റെ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്.